നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതറിയാൻ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേലിട്ടുകൊണ്ട് ഇന്ന് ഈ പകൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാനാവിലെ കല്യാണത്തിന് യേശു ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം ലോകത്തിലെ എല്ലാ മനുഷ്യനും അറിയാവുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം. എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവര് അങ്ങനെ ഒരു ക്രമീകരണം അവിടെ ചെയ്തിരുന്നില്ല. കൽപാത്രം എടുത്തു വെക്കുകയോ വെള്ളം നിറയ്ക്കുകയോ ഒന്നും അവിടെ ചെയ്തിരുന്നില്ല. എന്നാൽ യേശു ആ ഭവനത്തിൽ വന്നതിന് ശേഷം യേശുവിന്റെ അമ്മ യേശുവിനെ പറഞ്ഞു, ഈ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയത്. യേശു പറഞ്ഞ്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കർത്താവിന്റെ നാഴിക വന്ന സമയത്ത് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ കൽപാത്രത്തിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. കോരി നിറച്ച വെള്ളം യേശുവിന്റെ വാക്ക് പുറപ്പെട്ടപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി തീർന്നു. ആ ഭവനത്തിന്റെ കുറവ് യേശു പരിഹരിച്ചു. ഒരിക്കലും നേരത്തെ ഒരു ക്രമീകരണം ആ വീട്ടുകാർ ഒരിക്കലും ചെയ്തിരുന്നില്ല. എന്നാൽ കരുതുന്നവൻ ആ വീട്ടിൽ വന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം വലിയ പരിഹാരം ഉണ്ടായി. ഇന്ന് പകൽ യേശു നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഭവനത്തിൽ മാത്രമല്ല, നമ്മുടെ ദേശത്ത് മാത്രമല്ല, യേശു ക്രിസ്തു അത്ഭുതങ്ങളെ ചെയ്യും. യേശു അത്ഭുത മന്ത്രിയാണ്. യേശു വീരനാം ദൈവമാണ്. യേശു നിത്യപിതാവാണ്. അവ സമാധാനത്തിന്റെ പ്രഭുവാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ സാഹചര്യത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. യേശു ആ ഭവനത്തിൽ വന്നപ്പോഴാണ് ആ ഭവനത്തിന്റെ കുറവ് പരിഹരിച്ചത്. ആമേൻ. കരുതുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രതികൂലമുണ്ടായാലും, എന്ത് ഭാരങ്ങളുണ്ടായാലും, ആമേൻ, കരുതുന്നവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അബ്രഹാം ഇസ്ഹാക്ക് യാഗത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുക, അപ്പ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗ മൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറയാം, യഹോവ കരുതും. യഹോവ ഈരെ. അവൻ കരുതുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് ഇപ്രകാരം പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവുകളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഇന്ന് പകൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അവൻ കരുതുന്നവൻ ആ ഭവനത്തിൽ വന്നപ്പോൾ ആ ഭവനത്തിന്റെ കുറവ് പരിഹരിക്കപ്പെട്ടു. എന്നാൽ കരുതുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരം ഉണ്ടാകും. ഇന്ന് പകൽ യേശുവിന്റെ വാക്ക് കേട്ട് അവര് കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ തയ്യാറായപ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിച്ചത്. ഇന്ന് നമ്മൾ പകൽ യേശുവിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറായെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് പത്രോസിന് ഒന്നും ലഭിച്ചില്ല. എന്നാൽ യേശുവിന്റെ വാക്കിൻ കേട്ട് പത്രോസ് അനുസരിക്കാൻ തയ്യാറായപ്പോൾ പത്രോസിന്റെ പടക് നിറഞ്ഞത്. പത്രോസിന്റെ കഴിവുണ്ട്. കടലിനെ കുറിച്ചറിയാം. മീൻപിടുത്തം സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യവും പത്രോസിനറിയാം. എന്നാൽ പത്രോസിന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. അവിടെ പത്രോസിന് വാക്ക് പറയുന്നുണ്ട്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്ക് അനുസരിക്കുന്നു. പകൽ യേശുവിന്റെ വാക്ക് നമ്മൾ അനുസരിക്കാൻ തയ്യാറായാൽ, ആ യേശു പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. വലിയ മാറ്റമുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മൾ കാണും. കാരണം യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും. ഈ ലോകം പറയും ലാസർ മരിച്ച് നാറ്റം വെച്ച് തുടങ്ങി. കാരണം 4 ദിവസമായി
ഇനി ആ കാര്യം, ലാസറിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, അത് പറയണ്ട. കാരണം നീ നാറ്റം വെച്ച് തുടങ്ങി. എന്നാൽ യേശു പറയാം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മരിച്ച് 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി. എന്നാൽ യേശുവിന്റെ ഒരു വിളിയിൽ ലാസറെ പുറത്തു വരിക എന്ന ഒറ്റ വിളിയിൽ ലാസർ പുറത്തു വന്നു. ഇപ്പൊ പുറത്തു വന്ന ലാസർ നാറ്റം വെച്ച ലാസർ അല്ല, ജീവനുള്ളവനായി. മരിക്കുന്നതിന് മുമ്പ്, അസുഖം വരുന്നതിന് മുമ്പ് ലാസർ എങ്ങനെ ആയിരുന്നു, അതുപോലത്തെ മനുഷ്യനെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ സകല കുറവുകളെയും യേശു പരിഹരിക്കും. യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ഈ ലോകം പറയും തീർന്നുപോയി. എന്നാൽ യേശു പറയും അവൻ ജീവിക്കും, അവൻ എഴുന്നേൽക്കും. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? യേശുവിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറാണോ? 23 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് മുതൽ യേശു എന്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അത്ഭുതം ചെയ്തെങ്കിൽ അമ്മൻ അതുപോലുള്ള കാര്യങ്ങൾ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ ഒരത്ഭുതമല്ല, 1000 അത്ഭുതങ്ങൾ പറയാനുണ്ട്. ഇന്ന് പകൽ യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, യേശുവിന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽ അവൻ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും. കാരണം യേശുവിന് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. അവൻ അത്ഭുത മന്ത്രിയാണ്. ഈ ലോകത്ത് അനേകം മന്ത്രിമാരുണ്ട്, പക്ഷെ അത്ഭുത മന്ത്രി യേശു മാത്രമാണ്. അവൻ നിത്യപിതാവാണ്. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് പകൽ നമുക്ക് സമാധാനമില്ലെങ്കിൽ അത് തരാൻ കഴിവുള്ളവനാണ് യേശു. യേശുവിന് മാത്രമേ സമാധാനം തരാൻ കഴിയത്തുള്ളൂ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്ന, ഈ ലോകം തരുന്നത് പോലെയല്ല. യേശുവിന്റെ സമാധാനം അത് നിത്യമായാണ്, താൽക്കാലികമല്ല, നിത്യമായ സമാധാനമാണ്. അത് യേശുവിന് മാത്രമേ നമുക്ക് തരാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽ യേശുവിന്റെ വാക്ക് കേട്ടനുസരിച്ച് അവർ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ തയ്യാറായപ്പോൾ നിറച്ച പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം ശൂന്യമാണെങ്കിൽ, പച്ചവെള്ളത്തെ പോലെ പറയത്തക്കതായ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. പച്ചവെള്ളത്തിന്റെ കളറോ ഗുണമോ മണമോ രുചിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ അത് വീഞ്ഞായപ്പോൾ അതിനൊരു കളറുണ്ടായി, അതിനൊരു മണമുണ്ടായി, അതിനൊരു ഗുണമുണ്ടായി, അതിനൊരു രുചി ഉണ്ടായി. വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വരേണ്ട വീഞ്ഞ് യേശുവിന്റെ വാക്ക് കോരി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആമൻ വർഷങ്ങൾ കൊണ്ട് ആമൻ ഉളവാകേണ്ടത്, ഉണ്ടായി വരേണ്ടത് സെക്കൻഡുകൾ കൊണ്ട് ഉണ്ടായി. അതാണ് യേശുവിന്റെ വാക്കിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് പകൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ